നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കെ ഓരോ ടീമിൻ്റെയും ആരാധകർ അവരുടെ ടീമുകളുടെ ഓരോ വിവരങ്ങളും വലിയ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത്. അതൊക്കെ പുറത്തേക്ക് വരുന്നത് അവർ നോക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ CBFുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ബ്രസീൽ ടീമിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് എന്ന് പ്രഖ്യാപിക്കും. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരങ്ങൾ ബ്രസീൽ ആരൊക്കെ ആയിട്ടുമാണ് കളിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ബ്രസീലിൻ്റെ പ്ലാനുകൾ, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗ്ലോബോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 2026 വേൾഡ് കപ്പിന് മുന്നോടിയായി ബ്രസീൽ ടീം ഇപ്പോൾ മാർച്ചിൽ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ഫ്രാൻസിനെതിരെ ബോസ്റ്റണിൽ USA മാർച്ച് 26 ബ്രസീൽ കളിക്കുന്നു. മാർച്ച് 31 ക്രൊയേഷ്യക്കെതിരെ ഓർലൻഡോയിൽ USA കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്രസീലിൻ്റെ മാർച്ച് മാസത്തിലെ 2 മത്സരങ്ങളും USA വേൾഡ് കപ്പ് നടക്കുന്ന വേദികളിലാണ്. അതിനുശേഷം വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് 2 സന്നാഹ മത്സരങ്ങൾ ബ്രസീൽ കളിക്കും. അത് ഒന്ന് മെയ് 31 പനാമക്കെതിരെ മാറക്കാന സ്റ്റേഡിയത്തിൽ കളി നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അത് കാർലോ അഞ്ചലോട്ടിയുടെ പ്രത്യേക താല്പര്യമനുസരിച്ചാണ് ടീം ഒരു വിടവാങ്ങൽ മത്സരം അല്ലെങ്കിൽ വിടവറച്ചിൽ, ആരാധകരോട് വിട പറയുക, ഞങ്ങൾ പോയിട്ട് വരാം, USA പോയിട്ട് കപ്പും കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു വിടവാങ്ങൽ മത്സരമാണത്. മെയ് 31 കളി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പനാമയാണ് എതിരാളികളായിട്ട് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഫൈനൽ കോൺട്രാക്റ്റ് ഇനിയും സൈൻ ചെയ്യാനുണ്ട് എന്നുകൂടി ഗ്ലോബോ അറിയിക്കുന്നു. അതേസമയം ജൂൺ 6 ഈജിപ്തിനെതിരെ USA വെച്ചിട്ട് സന്നാഹ മത്സരം കളിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും മികച്ച ഒരു ഒരുക്കമായിരിക്കും. വേൾഡ് കപ്പിന് മുമ്പ് നല്ലൊരു ടീമിനോട്, സലായെ പോലുള്ള സൂപ്പർ താരമുള്ളൊരു ടീമിനെതിരെ കളിക്കാൻ പറ്റുക എന്നുള്ളത് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീൽ ഉള്ളത്. അതിനുശേഷം ബ്രസീൽ വേൾഡ് കപ്പിൽ അവർ എവിടെയാണോ ബേസായി എടുക്കുന്നത് അവിടെ തന്നെ തുടരുകയും ചെയ്യും. ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം എന്നുള്ളതിനെക്കുറിച്ച് ഏതാണ്ടൊരു വിവരം ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അത് മെയ് 19 കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിനെ മെയ് 19 പ്രഖ്യാപിക്കുമെന്നാണ് നിലവിലെ വിവരം. വേൾഡ് കപ്പ് സ്ക്വാഡ് അന്നറിയാം. ലോകകപ്പിലെ ബ്രസീലിൻ്റെ അരങ്ങേറ്റം നിങ്ങൾക്കറിയാവുന്ന പോലെ 2026 ജൂൺ 13 ന്യൂജേഴ്സിയിൽ വെച്ച് മൊറോക്കോക്കെതിരെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു ആഫ്രിക്കൻ ടീമായ ഈജിപ്തിനെതിരെയുള്ള കളി ബ്രസീലിന് ഗുണകരമാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ബ്രസീലിൻ്റെ മറ്റ് ട്രാവൽ പ്ലാനുകളും പ്രാക്ടീസിങ്ങും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയാണ് വിവരം. മെയ് മാസത്തെ മത്സരങ്ങൾക്കൊക്കെ ശേഷം താരങ്ങൾ അവരുടെ ക്ലബ്ബുകളിൽ നിന്നെത്തി CBFിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒത്തുചേരും. അതിനുശേഷം അവിടെ മാറക്കാനിൽ ഒരു കളിക്ക് ശേഷം ടീം USA തങ്ങളുടെ ബേസ് ക്യാമ്പിലേക്ക് പോവുകയും ചെയ്യും. കളിക്കാർക്ക് മതിയായ വിശ്രമവും പരിശീലനവും ഉറപ്പാക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള പരിശീലന കേന്ദ്രമാണ് CBF ഒരുക്കിയിരിക്കുന്നത്. ഇതാണിപ്പോൾ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ